യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ കെട്ടിയ താലിയുമായി ജീവിക്കേണ്ടവൾ അഭാവന. അതിനിടയിലും എന്നെ കൂടെ പ്രതിഷ്ഠിക്കാൻ ആന്റി ആഗ്രഹിക്കുന്നതേ തെറ്റല്ലേ? ജയ മാത്രമല്ലല്ലോ, ഭാവനെ നിന്നോട് ഈ കാര്യം പറഞ്ഞതല്ലേ. പിന്നെന്താ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അതിനിങ്ങനെ പിണങ്ങി പോണോ? അവള് പോട്ടെ ഏട്ടത്തി. എന്നോട് ഇവക്ക് അത്രയ്ക്കുള്ള സ്നേഹമല്ലേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കിട്ടിയപ്പോ വീണ്ടും ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അതൊക്കെ അവസാനമായി ദൈവം എനിക്ക് തന്ന ഭിക്ഷയായിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എന്താടാ തെറ്റ്? എന്റെ അവസാനം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ പിണങ്ങിയിരുന്ന ഏട്ടനും കുടുംബവും തിരിച്ചു വന്നത്. ഇപ്പൊ ഇത് വന്നതുപോലെ ഇവര് പോവാൻ പോകുന്നു. ഞാൻ എന്തുകൊണ്ടാ പോകുന്നെന്നും ആന്റിക്ക് അറിയില്ലേ? എന്തിനാ ആന്റി സൂര്യ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഭാവന എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞത്. അത് നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ വേണ്ട. അതിന് നീ ഇങ്ങനെ പിണങ്ങി പോകുന്ന എന്തിനാ? പിണങ്ങി പോകുന്നതല്ല ആന്റി, എന്തുകൊണ്ടും ഞാൻ മടങ്ങി പോകുന്നത് തന്നെയാ നല്ലത്. അറിഞ്ഞുകൊണ്ടായാലും അല്ലാതെ ആയാലും ഒരു കുടുംബത്തിന്റെ സമാധാനം കളയാൻ ഞാനില്ല. മോളൊന്ന് സമാധാനപ്പെട. ജയ പറഞ്ഞത് ജയ തന്നെ തിരിച്ചെടുത്തല്ലോ. നമുക്ക് അടുത്തെന്താണെന്ന് ആലോചിക്കാം. ജയക്ക് എന്തും സംഭവിക്കുമെന്നുള്ള ചിന്തയാ ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. മോള് മടങ്ങിപ്പോയാല് ഇവള് കൂടുതൽ വേദനിക്കുള്ളൂ. അങ്കിൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ കാരണം ആന്റിയും മറ്റുള്ളവരും കൂടുതൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പോവാന്ന് തീരുമാനിച്ചത്. എങ്കിൽ നീ പൊയ്ക്കോ. പോകുന്നൊക്കെ കൊള്ളാം. എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാലും നീ ഇനി തിരികെ വരരുത്. അമ്മ എന്തിനാ എല്ലാരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യം തന്നെയാ പറഞ്ഞേ. ആന്റി ദയവായിട്ട് ഞാൻ പറയുന്നൊന്ന് ആന്റി കേൾക്ക്. ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. പക്ഷെ ആന്റി ഒന്ന് ചെയ്യണം. ഭാവനയെ തിരികെ വിളിച്ച് സൂര്യയെ ഏൽപ്പിക്കണം. അവര് വേണം ഒരുമിച്ച് ജീവിക്കാൻ. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനാ ഭാവനയെ ഇവിടുന്ന് പറഞ്ഞയച്ചതെന്ന്. അവളല്ലേ സ്വയം തീരുമാനിച്ച് ഇവിടുന്ന് പോയത്. എന്നിട്ടിപ്പോ ഞാൻ കുറ്റക്കാരിയായോ? മനസ്സ, നിനക്കും അറിയാവുന്നതല്ലേ, ഭാവന വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞില്ല എന്നോടൊപ്പം വന്നത്. അതിനുശേഷമല്ലേ അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടായത്? അല്ലടാ, ഞാനാ ഭാവന ഇവിടുന്ന് ഓടിച്ചത്. മോളെ, ഭാവന തന്നെ സ്വയം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്ന് സൂര്യക്ക് പോലും അറിയില്ല. ഇനി ഒരിക്കലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നുള്ളൊരു കാരണ ഭാവന പറയുന്നത്. അതിനിപ്പോ നമുക്കെന്താ ചെയ്യാൻ പറ്റാ? ശരി, മോള് പറഞ്ഞതല്ലേ. ഈ ആന്റി ഒന്നുകൂടി ഭാവനയോട് പോയി സംസാരിക്കാം. എന്റെ മോന് വേണ്ടി ഞാൻ അവളുടെ കാലിൽ ഒരിക്കൽ കൂടി വീഴാം. വേണ്ടമ്മേ, അമ്മ എനിക്ക് വേണ്ടി ആരുടെയും കാലിലൊന്നും വീഴണ്ട. എന്നെ വേണമെന്ന് അവൾക്കുണ്ടെങ്കിൽ അവള് തിരികെ വരും എന്റെ അടുത്തേക്ക് തന്നെ. എന്ന് അതോടി പറ. എന്നാ അവള് വരുന്നത്? അങ്ങനെ ജീവിതകാലം മുഴുവനും കാത്തിരിക്കാനൊന്നും നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്കുണ്ട് ചില മോഹങ്ങൾ. അത് നിറവേറ്റി തരാൻ ബാധ്യസ്ഥനാണ് നീ. അത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. മോളെ, നീ എന്ത് തീരുമാനിച്ചു? നീ പോന്നെങ്കില് ഞങ്ങളും വരുന്നു. ഇവളെവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. മോളെ വാ. അപ്പൊ എന്റെ അഭിനയം ഏറ്റു. സൂര്യക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇനി ഞാൻ നോക്കിക്കോളാം.
ഞാൻ മുകളിലേക്ക് ചെല്ലട്ടെ. സൂര്യയോടൊപ്പം ജീവിക്കേണ്ടത് ഞാനല്ല, ഭാവനയാണ്. ഇനി ഞാൻ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാനിവിടെ നിന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. മാനസ പറയുന്നതിലും നീ പറയുന്നതിലും ഒരു ന്യായക്കേടുമില്ല. പക്ഷെ ഇവിടെ സൂര്യയാണ് ആകെ തകർന്നിരിക്കുന്നത്. എനിക്കറിയാം സേതുവേട്ടാ, സൂര്യയുടെ മനസ്സ് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞാനെടുത്ത ഈ തീരുമാനമാണ് ശരിയെന്ന് നാളെ എല്ലാവർക്കും മനസ്സിലാവും. ഏട്ടാ, മാനസ ഒരു പാവം പെണ്ണ. അവൾക്ക് ആരുടെയും കണ്ണീര് കാണുന്നൊന്നും ഇഷ്ടമല്ല. സൂര്യയുടെ വിഷമം കണ്ടിട്ടാണ് ഇപ്പൊ അവള് വന്നതെന്ന് എനിക്ക് മനസ്സിലാവും. മാനസ പറയുന്നത് പോലെ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് എന്തിനാ മോളെ നിർബന്ധിക്കുന്നത്? വിവാഹവും ജീവിതവും ഒക്കെ പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തും കൈവിട്ട് കളയാൻ എളുപ്പമാണ്. പിന്നീട് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അറിയാം സേതുവേട്ടാ, ഞാൻ ഈ കാണിക്കുന്നത് നാളെ ചിലപ്പോൾ മണ്ടത്തരമാണെന്ന് തിരിച്ചും തോന്നാം. പക്ഷേ ഇന്നത്തെ സാഹചര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. ആന്റിയുടെ അസുഖത്തിന്റെ തീവ്രത എത്രമാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചിലപ്പോ കുറെ നാൾ ഇങ്ങനെ തന്നെ പോവും. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഒരു അധിക പെറ്റായിട്ടിരിക്കില്ലേ സേതുവേട്ടാ? അവരൊക്കെ ആന്റിയുടെ കാര്യം നോക്കോ അതോ എന്റെ കാര്യം നോക്കോ? ഇതാവുമ്പോ ആദ്യത്തെ ഒരു വിഷമേ ഉള്ളൂ, പിന്നെ എല്ലാം ശരിയായിക്കോളും. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ നിന്റെ മാത്രം അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ്. സൂര്യയുടെ തീരുമാനങ്ങൾ ഇതൊന്നും അല്ലെങ്കിലോ? അതെന്താ നീ ആലോചിക്കാത്തത്? മോളെ, ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? സൂര്യയുടെ വിഷമം കാണാൻ വയ്യെന്ന് മാനസ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? എവിടെയും കുറച്ചൊക്കെ ക്ഷമ കൂടി വേണം മോളെ. ഇപ്പോഴെനിക്ക് നല്ല വിശ്വാസമുണ്ട്, നീ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അന്ന് വിഷുണ്ടെന്ന് നീ പെട്ടെന്ന് വീൽ ചെയറിന് എഴുന്നേറ്റോളല്ലേ? ഒരു മിറാക്കിൾ പോലെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏത് സമയത്തും ഇനി സംഭവിക്കാമല്ലേ? അതിനി എന്നാ